ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം റെയിൽവേ അധികൃതർ സ്പീഡ് ബ്രേക്കിംഗ് സംവിധാനം സ്ഥാപിച്ചത് വാഹനയാത്രികർക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നതെന്നും റെയിൽവേ അധികൃതർ സാഹചര്യങ്ങൾ പരിശോധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. ചെറുതുരുത്തി പൈങ്കുളം വഴി ചേലക്കരയിലേക്ക് പോകുന്ന റൂട്ടിലെ പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം വാഹനങ്ങളുടെ സ്പീഡ് കുറയ്ക്കുന്നതിനായി റെയിൽവേ അധികൃതർ സ്പീഡ് ബ്രേക്ക് സംവിധാനം സ്ഥാപിച്ചത് വാഹനയാത്രികർക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. ഇതിനു പുറമെ പൈങ്കുളം ഭാഗത്തുനിന്ന് ചെറുതുരുത്തി ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്ത് റോഡിൽ ഉയരമുള്ള 2 ഹമ്പുകൾ നിർമ്മിച്ചിരിക്കുന്നതും അപകടം ക്ഷണിച്ചു വരുത്തുന്നു. ഇവിടെ റിഫ്ലക്ഷൻ ലൈറ്റുകളോ മറ്റു സംവിധാനങ്ങളോ റെയിൽവേ സ്ഥാപിച്ചിട്ടില്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ ഡ്രൈവർമാർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നതെന്നും ബ്രേക്ക് ഇടുമ്പോൾ അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് ഇത് കാരണമാകുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. റെയിൽവേ അധികൃതർ ഈ സാഹചര്യം പരിശോധിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് സംഭവം വെച്ചിട്ടുള്ളതൊക്കെ നല്ലത് തന്നെയാണ്. സ്പീഡ് കൺട്രോൾ ചെയ്യാനും ഈ സ്പീഡ് കൂടുതൽ നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ആണെന്നുണ്ടെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇത് യൂസായിരുന്നു. നമുക്ക് പൊതുവേ ഈ റോട്ടിൽ നമുക്ക് സ്പീഡ് പോകാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ 5 മിനിറ്റിൽ കൂടുതൽ റെയിൽവേ ഗേറ്റ് തുറന്ന് കിടക്കുന്ന സാഹചര്യമില്ല. പിന്നെ എപ്പോഴും വണ്ടികൾ ഇതേപോലെ ബ്ലോക്കായിരിക്കും. ഈ ബ്ലോക്കുള്ള ടൈമിൽ ഈ പറയുന്ന പോലെ സ്പീഡിൽ പോകാൻ പറ്റില്ല. ഇവിടെ ഇതിൻ്റെ ഒരു ആവശ്യകത ഇല്ല. ഇനി ഉണ്ടെങ്കിൽ കൂടിയും ഇത്ര ഹൈറ്റ് വേണമെന്നായിരുന്നു അതിൻ്റെ ഒരു ഇത്. You are watching VCV News.